വണക്കം. പാകിസ്ഥാനിൽ നിന്ന് നിരന്തരം നമ്മൾ ഇന്ത്യക്കാർക്ക് സന്തോഷം ഉണ്ടാകുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാകുന്ന വാർത്തകൾ തന്നെയാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരനുണ്ടല്ലോ, ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ, അവൻ്റെ പെണ്ടാട്ടിയെയും അവൻ്റെ അനന്തരവളെയും അതിൻ്റെ മക്കളെ എല്ലാം തന്നെ ഇന്ത്യ അടിച്ചു തുലച്ച് എങ്ങും ഭീകരതയുടെ അന്തരീക്ഷം തളം കെട്ടി നിൽക്കുകയാണ്. എനിക്ക് വിറച്ചിട്ടിരിക്കാൻ പാടില്ല എന്നാണ് അവൻ ഇന്നലെ അവൻ്റെ കത്ത് വഴി പുറത്തുവിട്ടത്. നല്ല കാര്യമാണ്. ഇനിയും ഇങ്ങനെയുള്ള ഭീകരവാദികളെ അമ്മയും കൊച്ചും എന്നൊന്നും നോക്കാതെ തന്നെ അടിച്ചു തുലയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇല്ലെങ്കിൽ യുവമാർ നമ്മുടെ മെക്കിട്ട് കയറും, ഇല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും യുവമാർ കൊന്നുകളയാനായിട്ട് ഇന്ത്യയിലോട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ദാക്ഷിണ്യവും വേണ്ട, അതിലൊന്നും ഒരിതും വേണ്ട, അടിച്ച് ബ്രഹ്മോസവന്മാരെയൊക്കെ അണ്ണാക്കി ഇട്ട് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു സ്പർദ്ധ അത് എന്ന് തൊട്ടുണ്ടായതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയും പാകിസ്ഥാനും പിരിഞ്ഞു പോയപ്പോൾ പാകിസ്ഥാനെ സ്വർഗ്ഗമാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇപ്പോൾ അവന്മാർ അവിടെ കിടന്ന് വലിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വളർന്ന് വേറെ എവിടെയോ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ പവർ എന്താണെന്ന് അവന്മാർക്ക് മോദി വന്ന ശേഷം കാണിച്ചു കൊടുത്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ആ വെള്ളം അങ്ങ് കട്ട് ചെയ്തിട്ടു. ഇൻഡസ് റിവർ ട്രീറ്റി ഉണ്ടല്ലോ, സിന്ധു നദീജല ആ ഒരു ട്രീറ്റി, അതും കട്ട് ചെയ്തിട്ടു എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏതൊരു രാജ്യത്തെ ഭരണാധികാരിയുടേതായാലും ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നിരീക്ഷിക്കുന്ന ഒരു സംഭവം, ഒരു 10 പൈസ നമുക്ക് എവിടെയെങ്കിലും ലാഭിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു 10 പൈസ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എവിടെയെങ്കിലും ലാഭിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമ്മളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വാളെടുത്ത് അവന്മാർക്ക് നേരെ പോരാടാം. ഒരു മെസ്സൈൽ അയക്കണമെങ്കിൽ കോടികളാവും, ഒരു ഡ്രോൺ അയക്കണമെങ്കിലും നല്ല രീതിയിൽ പൈസയാവും. മെസ്സൈലും ഡ്രോണും അയക്കാതിരിക്കാനും പറ്റില്ല. പക്ഷേ എങ്കിലും അതിനു മുമ്പ് അതിലും വലിയൊരു സംഭവം നമുക്ക് 10 പൈസയുടെ ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയാൽ അതല്ലേ നല്ലത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പാകിസ്ഥാന് കിട്ടുന്ന 80% വെള്ളവും ഇൻഡസ് നദീ ജലത്തിൽ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് സിന്ധു നദീ ജലം ഇനി യവന്മാർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അത് കട്ട് ചെയ്തിട്ടു. നരേന്ദ്രമോദി അത് കട്ട് ചെയ്തിട്ടപ്പോൾ ഇവിടെയുള്ള കമ്മികളും കൊങ്ങികളും പാകിസ്ഥാൻ പ്രേമികളും എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, മോദി കട്ട് ചെയ്തിടാൻ പോകുന്നു. ഈ വെള്ളമെല്ലാം കൂടെ പാകിസ്ഥാനിൽ ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യയിൽ പ്രളയം വരും, പ്രളയം എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് മോദി എന്ന് പറയുന്ന ഭരണാധികാരി നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. കാരണം നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ ഈ സിന്ധു നദീജലത്തിൽ അങ്ങേർക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. അത് എന്നെങ്കിലും കട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കനാലുകളും അത് ഒഴുകിപ്പോകാനുള്ള വഴികളുമെല്ലാം അങ്ങേര് ആദ്യം തന്നെ വെട്ടിയെടുത്തു. അങ്ങനെ വെട്ടിയെടുത്ത് കൃത്യമായി വച്ചിട്ട് അവിടെ ഒരു ഡാം പണിയാനുള്ള പ്രോജക്റ്റ് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. പാകിസ്ഥാൻ ആദ്യം വിചാരിച്ചു അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ വെറുതെ ചെയ്യുന്നതായിരിക്കും എന്ന് പാകിസ്ഥാൻ വിചാരിച്ചു. കാരണം ജവഹർലാൽ നെഹ്റുവിന് പോലും ചെയ്യാനായിട്ട് ധൈര്യം വരാത്തൊരു കാര്യമാണിത് എന്നാണ് കമ്മി സുഡാപ്പികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ മോദി ചെയ്യും. അങ്ങനെ നമുക്കങ്ങനെ ഇപ്പോൾ ദാക്ഷിണ്യമൊന്നുമില്ല, നമ്മുടെ രാജ്യം സേഫ് ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നിനക്കൊക്കെ വെള്ളം വേണമെങ്കിൽ നീയൊക്കെ വേറെ വല്ലയിടത്തും പോയി ഇടടെ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഭീഷണിയുടെ സ്വരമായി, ഇപ്പോഴിതാ കരച്ചിലിൻ്റെ സ്വരമായി. ഇപ്പോഴിതാ മുൻ പാക് ഉദ്യോഗസ്ഥൻ പാകിസ്ഥാനിൽ സിന്ധു നദീജലം കിട്ടാത്തത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ മരുഭൂമിയാകുന്നു, വെള്ളം കിട്ടാതെ ജനങ്ങൾ നരകിച്ച് മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ കമ്മികളുടെ സുഡാപ്പികളുടെയും മനസ്സിലെ ആ ഒരു ഇതങ്ങ് ഉണരുമല്ലോ. കാരണം മതമാണല്ലോ ഇവർക്കൊക്കെ പ്രശ്നമെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെയുള്ള രാജ്യത്തെ സുരക്ഷയോ അല്ലെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിനെ പലസ്തീൻ്റെ കൂടെ ചെന്ന് നിന്ന് അടിക്കണം എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടി നരേന്ദ്രമോദി അമേരിക്കയിൽ മെസ്സേജ് അയക്കണം എന്നാണ് ഇവരുടെ ഇത്. കാരണം മതം, അതായത് എൻ്റെ മതം പേറുന്നവനാണോ അവൻ എങ്കിൽ ഞാനും അവനും ഒന്നാണ്, എൻ്റെ രാജ്യവും അതിനോടൊപ്പം നിൽക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതായത് ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളെ സഞ്ചരിക്കണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനത്തുള്ളൊരു ആറ്റിറ്റ്യൂഡൊക്കെ അവർക്ക് മാറിയെന്ന് മാത്രമല്ല, അവർ എല്ലാം നോർത്ത് ഇന്ത്യയിലെ പല ആൾക്കാരും ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് പോലും BJP എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, യോഗി ആദിത്യനാഥ് വന്ന ശേഷമാണ് അവിടെയുള്ള ദളിത് മുസ്ലിങ്ങളുണ്ട്, സമൂഹത്തിൽ വളരെയധികം ഒറ്റപ്പെട്ട് നിർത്തിയിരുന്ന ഒരു മുസ്ലിങ്ങളായിരുന്നു, പശ്വന്ത മുസ്ലിംസ് എന്ന് പറയും. അവരെയൊക്കെ യോഗി ആദിത്യനാഥ് വന്ന ശേഷമാണ് അവർക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ വല്ലതും കിട്ടിയത്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് എന്താണ്, എണ്ണപ്പണമുണ്ട്, NRA പണമുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും നമ്മൾ ഭയങ്കര സമാധാനം ടീംസാണ്. പോരാത്തതിന് നമുക്ക് ജൂതന്മാരാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടിച്ചിറക്കുന്ന വേറൊരു കാര്യമാണ്, നമുക്ക്
നമുക്കിടെ ജാതി ഇല്ലടേ എന്ന് പറയുന്നത്. പക്ഷേ ഉണ്ട്, നോർത്ത് ഇന്ത്യയിൽ പോയി നോക്കണം. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ സിന്ധു നദീജല കരാർ നിർത്തിവെച്ചത് മുതൽ പാകിസ്ഥാനിൽ അടിമുടി പ്രശ്നങ്ങളാണ്. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും പലായനം ചെയ്തു പോകുന്നു. ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് പാകിസ്ഥാൻ്റെ ജലവൈദ്യുത വികസന അതോറിറ്റി ചെയർമാൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് സയ്യിദ് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ അതിൻ്റെ പേരിൽ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ എല്ലാ നീക്കങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഈ ഇടയ്ക്ക് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ ട്രംപ് ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ട്രംപ് പറഞ്ഞു, ഹീസ് എ ടഫ് നെഗോഷിയേറ്റർ. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ടഫായിട്ടുള്ള നെഗോഷിയേറ്ററാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ ഒരു ഏഞ്ചലിനെ പോലെ ഇരിക്കുന്നെങ്കിലും, ഒരു മാലാഖയെ പോലെ ഇരിക്കുന്നെങ്കിലും എന്താണ്, ഒരു ടഫ് നെഗോഷിയേറ്ററാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അയാളുടെ മുമ്പിൽ നമുക്കിങ്ങനെ പിടിച്ചിരിക്കാൻ സാധ്യമല്ല. പിന്നെ ട്രംപ് ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ആദ്യം അവന്മാരെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത് ഞാനായിരിക്കും. എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ ഇന്ത്യ അവന്മാർ തൊടൂ എന്ന് ട്രംപ് പറഞ്ഞു. അങ്ങനെ ട്രംപ് ആ സമയത്ത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു വീക്ഷണ കോണകത്തിലൂടെ ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആരോ നമ്മളെ അടിക്കാൻ വരുന്നുണ്ടപ്പോൾ. അങ്ങനെ അടിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അതറിയാൻ പറ്റുമല്ലോ. ട്രംപ് ആദ്യമേ പറഞ്ഞു വയ്ക്കുകയാണ്, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ് കേട്ടോ എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുകയാണ്. പോരാത്തതിന് ഇന്ന് അമേരിക്കയിലെ നിരീക്ഷകരും അമേരിക്കയുടെ സൈന്യത്തിൽ നിന്ന് വിരമിച്ച പട്ടാളക്കാരും എല്ലാം ട്രംപിനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാനെ എങ്ങാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒരു പ്രധാന സഖ്യകക്ഷിയാക്കാനായിട്ട് ട്രംപ് ആലോചിക്കുന്നുണ്ട്. ഇവൻ ഒതളമാണ്, അവിടെ നിൽക്കുമോ ഇവിടെ നിൽക്കും. ഇവൻ ഒരിടത്ത് നിൽക്കില്ല. ഇവൻ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കും. കാരണം ഇവൻ്റെ പെണ്ടാട്ടിയുടെയും പിന്നെ ഇവൻ്റെ മറ്റേ വലിയ ഓടപ്പറന്നവൻ്റെയൊക്കെ ക്രിപ്റ്റോ കറൻസിയുടെ വലിയ ബിസിനസ്സൊക്കെ പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് ഇവൻ അവിടെ നിൽക്കും ഇവിടെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ പാകിസ്ഥാൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള നഷ്ടം നമുക്കായിരിക്കും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ്, അറിയാമല്ലോ എന്ന് ട്രംപിനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അവിടെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ, അവ ഇവിടെ വന്ന് തെക്ക് വടക്ക് നടന്നിട്ട് തേരാപ്പാര നടന്ന് പിന്നെ അപ്പുറത്ത് FCRA നിയമം വരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മദർ തെരേസ ചാരിറ്റി അസോസിയേഷനിലൊക്കെ പോയി അവിടെ കൈയൊക്കെ മുത്തിയിട്ട് തേരാപ്പാര നടന്നിട്ട് അങ്ങ് പോയി എന്നുള്ളതാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ മാർക്കോ റൂബിയോയ്ക്ക് ഇസ്രായേൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇനി അമേരിക്കയുടെ സപ്പോർട്ട് നമുക്ക് വേണമെന്നില്ല. കാരണം അമേരിക്ക മാത്രമാണ് നമ്മുടെ സഖ്യകക്ഷി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, മാർക്കോ റൂബിയോ പറഞ്ഞല്ലോ. അതായത് മാർക്കോ റൂബിയോ ഇസ്രായേലിനോട് പറഞ്ഞത് ഞങ്ങളെ ഉള്ളൂ, നിനക്കൊക്കെ വേറൊരു പട്ടികളിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞത് ഒരു ചെറിയ രാജ്യം നമ്മളെ തിരിഞ്ഞു നോക്കാൻ, ഒരു ചെറിയ രാജ്യം, അത് 140 കോടി ജനതയുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ്. ആ ഇന്ത്യ പോലുള്ളൊരു രാജ്യം, ഒരു മൈറ്റി പവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയരുത്, അതൊക്കെ മോശമാണ് എന്ന് മാർക്കോ റൂബിയോ കൃത്യമായി, അതായത് ഇന്ത്യയുടെ ശക്തി കണ്ടുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയോട് കൊമ്പ് കോർക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അതുവരെയൊക്കെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിലാണ് പാകിസ്ഥാൻ വെള്ളം കിട്ടുന്നില്ല, എണ്ണ കിട്ടുന്നില്ല, പിണ്ണാക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് പിടിക്കാനായിട്ട് വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സിന്ധു നദീജല കരാർ നിർത്തിവെക്കുന്നത് പാകിസ്ഥാനെ പകുതി സമയം മരുഭൂമിയിലും പകുതി സമയം വെള്ളത്തിലും മുക്കിക്കൊല്ലുമെന്ന് ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചു. കാരണം ജലശാസ്ത്ര ഡാറ്റ, അതായത് നദിയിലെ ജലനിരപ്പ് ഡാറ്റ ഇന്ത്യ തടഞ്ഞു വെച്ചത് 2025 മൺസൂൺ സീസണിൽ വെള്ളപ്പൊക്കം കൃത്യമായി പ്രവചിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാനെ തടഞ്ഞുവെന്നും ഇത് വൻതോതിലുള്ള ജീവഹാനിക്കും സ്വത്തിനും നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും മുൻ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥൻ എഴുതി. ഒരു പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ പരസ്പര ബന്ധിത ജലസേചന സംവിധാനമായിട്ടുള്ള സിന്ധു നദീജല ജലസേചന സംവിധാനം വികസിപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞത് സിന്ധു നദീജല ഉടമ്പടി മൂലമാണെന്നും അദ്ദേഹം എഴുതി. 3 വലിയ ജലസംഭരണികൾ, 6 ബാരേജുകൾ, 12 നദീതട ലിങ്ക് കനാലുകൾ, വിശാലമായ ഒരു വിതരണ ശൃംഖല എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംവിധാനം ഏകദേശം 35 ദശലക്ഷം ഏക്കറിൽ ജലസേചനം നടത്തുകയും രാജ്യത്തിൻ്റെ ഭക്ഷ്യോൽപാദനത്തിൻ്റെ 90% പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യ പൂർണ്ണമായും വിപരീത ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാൻ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇന്ത്യയുടെ തീരുമാനത്തെ ചുറ്റിപ്പറ്റിയുള്ള നിയമങ്ങൾ, ചർച്ചകൾ എന്ത് തന്നെയായിരുന്നാലും സിന്ധു നദീജല ഉടമ്പടി പാകിസ്ഥാന്റെ ജലം, ഭക്ഷണം, ഊർജ്ജ സുരക്ഷ എന്നിവ ഉറപ്പു നൽകുന്നതിനാൽ പാകിസ്ഥാൻ ഇത് തന്ത്രപരമായി നൽകുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാണെന്ന് ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് മുഹമ്മദ് സായിദ് ഡോണിൽ എഴുതി. 2025 മെയ് മുതൽ പടിഞ്ഞാറൻ നദികളിലെ അപ്സ്ട്രീം അടിസ്ഥാന സൗകര്യം വികസനം ഇന്ത്യ വേഗത്തിൽ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം എഴുതി. മറ്റു പദ്ധതികൾക്കൊപ്പം റൺബീർ കനാലിനെയും ചെനാബ് ബിയാസ് ലിങ്ക് ടണലിനെയും പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആത്യന്തികമായി പാകിസ്ഥാന് ഭീഷണിയാകുമെന്നും ഇയാൾ എഴുതി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ടും അവിടെ ഇരിക്കുന്ന ഒറിജിനൽ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക്, അതായത് ഇന്ത്യയിലെ കമ്മികൾക്ക്, പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ വിഭാഗങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ അതിനെതിരെ പോസ്റ്റ് ഇടും. അതായത് നമ്മുടെ നാട്ടുകാരെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ പാകിസ്ഥാന് വെള്ളം കിട്ടണം.
പാകിസ്ഥാന് വെള്ളം കിട്ടാതിരുന്നാൽ നമ്മളത് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സജി മാർക്കോസ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയൻ 25 ജൂണിന് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സജി മാർക്കോസ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള പ്രധാന പ്രശ്നം അതിർത്തി തർക്കമോ മതമോ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനമോ അല്ല, അത് ജലതർക്കമാണ്. കണ്ടുപിടിച്ച് കളഞ്ഞ് കൊച്ചു കള്ളൻ. ജലതർക്കം ഇപ്പോൾ വന്നതാണ്. അതിനു മുമ്പേ അതിർത്തി തർക്കമുണ്ട്, മതമുണ്ട്, ഭീകരവാദമുണ്ട്. പാകിസ്ഥാൻ നമ്മളെ പിറകിൽ നിന്ന് കുത്തുന്നുണ്ട്. 2014 മുമ്പ് ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങൾ, താജ് ആക്രമണം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, ഡൽഹി ബ്ലാസ്റ്റ്, ഇതൊക്കെ എടുത്ത് നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് സജിമോനോട് പറയാനുള്ളത്. അത് തിരിച്ചറിഞ്ഞ ഭരണകർത്താവായിരുന്നു നെഹ്റുജി. നെഹ്റുജി പലതും തിരിച്ചറിഞ്ഞല്ലോ. നെഹ്റുജി പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് കൈകോർത്ത് പോകാനാണ് നെഹ്റുജി ഒന്നും ചെയ്യേണ്ടതായിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും പിരിഞ്ഞപ്പോൾ പാക് അധീന കശ്മീരിൻ്റെ അവിടെ കുറച്ച് കുമ്മായപ്പൊടി എടുത്തിട്ട് ഇങ്ങനെ വിതറിയിട്ടേ ഇത് നമ്മുടെ സ്ഥലമാണ്, ഇങ്ങോട്ട് വരല് എന്ന് പറഞ്ഞാൽ അവന്മാർ വരൂലായിരുന്നു. ഇതല്ല, ഇത് നേരെ കൊണ്ട് UN വെച്ച്, നെഹ്റുജി അങ്ങനെ വിശാല മനസ്കനാണല്ലോ, അങ്ങനെ UN വെച്ചിട്ട് ഇപ്പോഴും അതവിടെ വലിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് വേണമെന്നാണ്. ഇന്ത്യ ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല, നമുക്ക് സ്ഥലം മതി, നമുക്ക് ബഹുമാനം വേണ്ട എന്നാണ് ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. പിന്നെ നെഹ്റുജി ചെയ്ത വേറൊരു ഇതാണ് അക്സായ് ചിഹ്നത്തെ ചൈനയ്ക്ക് കൊടുത്തു. അങ്ങനെ ഇന്ത്യയുടെ തലഭാഗത്തെ അപ്പുറവും ഇപ്പുറവും നെഹ്റുജി പളർത്തി കൊടുത്തു. രണ്ടാമത് നെഹ്റുജി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ വീറ്റോ പവർ, അതും ചൈനയ്ക്ക് എടുത്ത് കൊടുത്തു. വിശാല മനസ്കനായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പണ്ടൊരു അമ്മുമ്മ ഉണ്ടായിരുന്നു. അമ്മുമ്മയാണെങ്കിൽ സ്വന്തം പേരക്കുട്ടിക്ക് ഇരിക്കുന്ന കുറുക്കും സ്വന്തം മക്കൾക്ക് ഇരിക്കുന്ന ചായ ഇടാൻ വെച്ചിരിക്കുന്ന ചായപ്പൊടിയും പഞ്ചാരയൊക്കെ എടുത്ത് അമ്മുമ്മ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനത്തെ അമ്മുമ്മയുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാനുള്ള അമ്മുമ്മയുടെ ഒരു വമ്പൻ നീക്കമായിരുന്നു. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം വീട്ടിൽ ഉച്ചയ്ക്ക് വിശന്ന് വലഞ്ഞ് മക്കൾ വല്ലതും തിന്നാനായിട്ട് കയറി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയാം, അയ്യോ അപ്പുറത്ത് ഞാൻ എടുത്ത് കൊടുത്തു മക്കളെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് വേഗം വരും, പക്ഷേ സ്വന്തം തള്ളയല്ലേ, എടുത്ത് കിണറ്റി ഇടാൻ പറ്റും. അങ്ങനെ എടുത്ത് കിണറ്റി ഇടാനും പറ്റൂല. പിന്നെ അവസാനം അമ്മുമ്മ ചെന്ന് അപ്പുറത്തുള്ള ആൾക്കാരോട് ഒരു സ്പൂണ് പഞ്ചസാര തരുമോ, വീട്ടിൽ പഞ്ചസാര തീരുമോ എന്ന് പറയുമ്പോൾ അവർ ആട്ടി ഓടിക്കുമല്ലോ, അത് വേറെ കാര്യം. എങ്കിലും അമ്മ പഠിക്കൂല എന്ന് പറയും പോലെയാണ് മാർക്കോസ് അണ്ണൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നെഹ്റുജി അത് തിരിച്ചറിഞ്ഞു കേട്ടോ. നെഹ്റുജി ഭയങ്കര പണ്ഡിതനാണ്. ഇപ്പോഴത്തെ സർക്കാരിന് അത് അറിയാത്തത് കൊണ്ടല്ല, പാവം. 1960 നെഹ്റുജിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വേൾഡ് ബാങ്ക് മധ്യസ്ഥതയിൽ ഇൻഡസ് വാലി ട്രീറ്റിയിൽ ഒപ്പുവയ്ക്കുന്നത്. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി 3 വലിയ യുദ്ധങ്ങളുണ്ടായി. എങ്കിലും IWTയിൽ ആരും സ്പർശിച്ചില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധങ്ങളിൽ ഇന്ത്യക്കുണ്ടായ കാഷ്വാലിറ്റി എത്രത്തോളമാണെന്ന് നമ്മളെടുത്ത് നോക്കണം. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പിന്നെയും യുദ്ധമുണ്ടായി. നമ്മൾ ലാഹോർ വരെ പോയിട്ട് ഈസി ആയിട്ട് ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ ആ സ്ഥലം പിടിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വരാമല്ലോ, ഇത് നമ്മൾ കടന്നു കയറി ഇനി നമ്മൾ വരില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇന്ദിരാജി പറഞ്ഞത് എന്താണ്? ആ സ്ഥലം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. സ്ഥലം കൊടുത്തു. അന്ന് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 1000കണക്കിന് പട്ടാളക്കാരെ കാണാതായി പാകിസ്ഥാനിലൊക്കെ കയറിയ. ആ പട്ടാളക്കാരൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ പട്ടാളക്കാർ എവിടെ പോയെന്നോ, ആ പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചോ എന്നൊന്നും ആർക്കും അറിയില്ല, ഇന്ദിരാജിക്കും അറിയില്ല. പിന്നെ ഈ ബംഗ്ലാദേശ് ഇന്ദിരാജി പിളർത്തി കൊടുത്തു. കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി. ആ ബംഗ്ലാദേശാണ് ഇന്ന് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇവർ ചെയ്തു തന്ന ഒരു നല്ല ഒരു നന്മ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര നന്മയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ. അന്നേ ഈ വെള്ളമൊക്കെ കട്ട് ചെയ്തിട്ടെങ്കിൽ ഇന്ന് നമ്മളിത് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യവും. എങ്കിലും IWTയിൽ ആരും സ്പർശിച്ചില്ല ഈ 3 യുദ്ധം ഉണ്ടായിട്ടും. കാരണം ആ കരാറിന് പ്രകാരമുള്ള വെള്ളം പാകിസ്ഥാൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിലനിൽക്കേണ്ട ഈ രാജ്യം എന്തിനാണ്? അതായത് എൻ്റെ ഭാര്യയും മക്കളെയും കൊല്ലാനായിട്ട് ഞാൻ ഒരു രാജ്യത്ത് എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുകയാണ്? എൻ്റെ ഭാര്യയും മക്കളെയും കൊല്ലാനായിട്ട് ഒരു കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച് വയ്ക്കുന്നത് പോലെയാണ് പാകിസ്ഥാനെ നിലനിർത്തണമെന്ന് ഇയാൾ പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇയാൾ ഒരു മണ്ടനായിരിക്കാം, അല്ലെങ്കിൽ ഇയാളൊരു അന്തം കമ്മിയായിരിക്കാം. എന്താണെന്ന് എനിക്ക് എത്ര തിന്നിട്ട്, നമ്മൾ ചോറാണല്ലോ തിന്നുന്നത്, ദഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെയും അമ്മയും മക്കളെയും കടിച്ചു കൊല്ലാനായിട്ട് ഒരു പട്ടിയെ വാങ്ങിച്ച് ഞാൻ കെട്ടുകയാണ്. എന്നിട്ട് ആ പട്ടിക്ക് നിരന്തരം ചോറ് കൊടുക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വേറൊരുത്തൻ നിർബന്ധിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നു, അത് ചോറ് കൊടുക്കണ്ട, അത് നമ്മളെ കടിക്കും എന്ന് പറയുമ്പോൾ അയാൾ പറയണേ ഇല്ല, അത് ജീവിക്കണം, അത് അതിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ആ കരാർ പ്രകാരം വെള്ളം പാകിസ്ഥാൻ എന്നല്ല രാജ്യത്തിൻ്റെ വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിൽ ആരും കൈവയ്ക്കില്ല. രാജ്യത്തിൻ്റെയോ വ്യക്തിയുടെയോ നിലനിൽപ്പിൻ്റെയോ പ്രശ്നത്തിൽ വിവേകമുള്ള ആരും കൈവയ്ക്കില്ല എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. ഈ വിവേകം എന്ന് പറഞ്ഞൊരു സാധനം അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് വിവേകത്തിൻ്റെ മീറ്റർ. അതായത് പെരയ്ക്ക് മീതെ ഓലക്കൂരയായിരിക്കുമ്പോൾ പെരയ്ക്ക് മീറെ ചന്ദനത്തിൻ്റെ മരം വളർന്നാലും നമ്മളതിനെ വെട്ടിക്കളയും. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ അത് നമ്മുടെ മേത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ മൂടോടെ തട്ടിപ്പോവും. അതുകൊണ്ട് നമ്മളതങ്ങ് വെട്ടും. ഒരുത്തമെന്ന് പറയണം, വിവേകമുള്ളവരാരും ചന്ദനം വെട്ടിക്കളയാറില്ല. നമ്മുടെ മേത്ത് വന്ന് വീണാൽ നമ്മൾ പിന്നെ ജീവിച്ചിരിക്കില്ല, അത് വേറെ കാര്യം എന്നുള്ളതാണ് വേറൊരു കാര്യം. പാകിസ്ഥാനിലെ 200 ദശലക്ഷം മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്നതുമാണ് IWT. മാത്രമല്ല മൊത്തം കൃഷിക്ക് യോഗ്യമായ സ്ഥലത്തിൻ്റെ 85% ഈ ട്രീറ്റ് മൂലം ലഭിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഏതാണ്ട് പൂർണ്ണമായും സിവിലിയൻസിനെ ബാധിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ് IWT. സിവിലിയൻസിനെ ബാധിക്കണം, അവർ തെരുവിലിറങ്ങണം, കലാപം ഉണ്ടാകണം, എങ്കിലല്ലേ പാകിസ്ഥാനിലെ ഭീകരവാദികൾ പഠിക്കൂ, എങ്കിലല്ലേ അവർ നാളെ ഇന്ത്യക്ക് നേരെ വരാതിരിക്കൂ, എങ്കിലല്ലേ സജി മാർക്കോസ് അണ്ണനെ പോലുള്ളവർക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ
അവന്മാരെ മിസൈൽ വന്ന് തലയിൽ വീഴത്തില്ലേ? പിന്നെ ഇപ്പോൾ S-400 നരേന്ദ്രമോദിജി ടൂറിന് പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഒപ്പിച്ച് വന്നതുകൊണ്ട് ഈ ഷാഹിദ് മിസൈലുകളും ഫത്ത മിസൈലൊന്നും മണ്ടയിൽ വന്ന് വീഴുന്നില്ല എന്നേ ഉള്ളൂ. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം ഇന്ത്യക്ക് എല്ലാ കാലവും ഭീഷണിയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പക്ഷേ അതിനുള്ള പരിഹാരം ഒരു രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്നതല്ല എന്ന തിരിച്ചറിവുള്ള ഭരണാധികാരികൾ ഒരു കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതായത് അതിർത്തി കടന്നവന്മാരെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടിക്കരുത്. മുൾമുനയിൽ അവരെ നിർത്തരുത്. നിർത്താതിരിക്കുകയാണ് ഒരു ഭരണാധികാരിയുടെ ഭയങ്കര സെറ്റപ്പ് എന്ന് പറയുന്നത്. പാകിസ്ഥാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ സഹോദര രാജ്യമാണ്. ആ രാജ്യത്തെ ശത്രുപക്ഷത്ത് നിർത്താതെ അവിടെ ശക്തമായൊരു ഭരണകൂടം ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും അതിർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഇരിക്കുന്നു? അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽക്കാരന് അപ്പുറത്ത് നിന്നിട്ട് അവൻ പറയണ് എൻ്റെ വീട്ടിൻ്റെ, അതായത് അയൽക്കാരന് സ്ഥലമുണ്ട് അവിടെ, അവൻ പറയണമെങ്കിലും എൻ്റെ വീട്ടിൻ്റെ പകുതിയും കൂടെ വേണം. ഞാൻ ആ പകുതിയും കൂടെ എടുത്ത് അവന് കൊടുത്തു. അവന് കൊടുത്തിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? അവൻ്റെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പോയി പരിഹരിച്ചു കൊടുക്കണം. ഞാൻ അവിടെ ശാന്തി സമാധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അന്ന് നവാസ് ഷെരീഫിനെ, നമ്മുടെ പാകിസ്ഥാനിലുള്ള പ്രധാനമന്ത്രിയെ നമ്മളെ വിളിച്ചെന്ത് ചെയ്തു? മോദിയെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ സത്യപ്രതിജ്ഞ ക്ഷണിച്ചു. നവാസ് ഷെരീഫ് വന്നു. അതിനുശേഷം നവാസ് ഷെരീഫിനെ കാണാൻ മോദി ലാഹോറിൽ പോയി ഇറങ്ങി. അതിനുശേഷം ഒരുപാട് ചർച്ചകൾ നടത്തി. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടത്തിയപ്പോഴാണ് ഇവന്മാർ ചർച്ച നടത്താൻ പോകുമ്പോഴല്ലേ ഇവന്മാർ ഇങ്ങനെ കുനിയുമ്പോൾ ഇവന്മാർ പിറകിൽ ഇങ്ങനെ കത്തി വെച്ച് കുത്തും. അതാണ് പാകിസ്ഥാൻ്റെ ശീലം എന്ന് പറയുന്നത്. നമ്മൾ തിരുത്തിയാൽ പോലെ, അത് ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ കണ്ടാൽ പഠിക്കും, ചില ആൾക്കാർ കൊണ്ടാലേ പഠിക്കൂ. അവരൊക്കെ കൊണ്ട് പഠിക്കണം എന്നുള്ളവന്മാർ പല ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും 2025 ഏപ്രിൽ 23 പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ IWTയുടെ ചില പ്രവർത്തനങ്ങൾ ഏകപക്ഷീയത നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇൻഡസ് വാലി ട്രീറ്റി ഉഭയകക്ഷി സമ്മതമില്ലാതെ ഒരു കക്ഷിക്ക് തനിയെ പുറത്തു പോകാൻ വ്യവസ്ഥകളില്ല. എങ്കിലും ഒരു പരമാധികാര രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് കരാർ റദ്ദ് ചെയ്യുവാൻ കഴിയും. പക്ഷേ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ജനീവ കൺവെൻഷൻ പ്രകാരം ഫണ്ടമെൻ്റൽ ചേഞ്ച് ഉണ്ടായാൽ കരാർ റദ്ദ് ചെയ്യാം. അതിർത്തി കടന്നുള്ള തീവ്രവാദം അതിൽ പെടുമോ എന്നുള്ളത് തർക്കവിഷയമൊന്നുമില്ല, അതിൽപ്പെടും. വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടഞ്ഞില്ലെങ്കിലും ജോയിൻറ്റ് സെറ്റ് വിസിറ്റ്, മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എല്ലാം നിർത്തിയിരിക്കുന്നു. വെള്ളം ഒഴുകുന്നത് തടയണമെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. പക്ഷേ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് തടയുന്നതും പാകിസ്ഥാനെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതിൻ്റെ പ്രതികരണമായി പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ജലസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യും അസംയുക്തമായി എന്ന് പ്രഖ്യാപിച്ചിരുന്നു. നേരിട്ടുള്ള ഭീഷണിയാണിത്. ആ ഖ്വാജ ആസിഫിന് തലയ്ക്ക് സുഖമില്ല, അവനെ കൊണ്ട് പ്രാന്താശുപത്രി ഇടുന്നു ഇന്ന് നമ്മൾ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇത് ലളിതമായി എടുക്കേണ്ട കാര്യമല്ല. RSS കുറുപടിയും ചുഴറ്റി കാക്കി നിക്കറമിട്ട് അതിർത്തിയിൽ ചെന്നാൽ പാകിസ്ഥാനെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വികസിക്കാത്ത രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ ഹോവിസ്റ്റർ തോക്കുശാല കൊണ്ടുവന്നത്, ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്, ഇലക്ട്രോണിക് വാർഫെയർ കൊണ്ടുവന്നിരിക്കുന്നത്, AI സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്, പല നമ്മുടെ പടക്കപ്പലുകൾ നീറ്റിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാവേരി ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റഷ്യയിൽ ബ്രഹ്മോസ് ഉണ്ടാക്കുന്ന ആ ഒരു ഫാക്ടറി ഇപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിലുണ്ട്. യോഗി ആദിത്യനാഥാണ് അവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും നമ്മളുമായിട്ട് വലിയ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ റഡാർ നമ്മളാണ് ഉണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് സർക്കാരും IUML സർക്കാരും ചേർന്ന് ഭരിക്കുന്ന വിജയാണ് അതിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അയവന്മാരെ അടിച്ച് കീറാനുള്ള ഡ്രോണുകൾക്ക് വേണ്ടി നമ്മളൊരു ഡ്രോൺ പട തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ. RSS പോയി കമ്പും കുറുപടിയും ചുഴറ്റി നിൽക്കണമെന്നില്ല. അതൊക്കെ പാകിസ്ഥാനുള്ളവന്മാരുണ്ടല്ലോ, അവന്മാർ വന്ന് നിന്നോളൂ. മറ്റേ ഈ പലസ്തീൻകാരന്മാർ ഈ കഴുത്തി ചുറ്റുള്ള ഒരു കൈലി, ആ കൈലി എടുത്തിട്ടുകൊണ്ട് ഇങ്ങനെ വിരിച്ച് പിടിച്ച് നിന്നോളും ബ്രഹ്മോസ് അടിക്കുമ്പോൾ. അതൊക്കെ അവർ നിന്നോളും. അത് നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായിരുന്നാലും സൈനിക ശക്തിയിൽ ഇന്ത്യക്ക് നിഷ്പ്രയാസം പാകിസ്ഥാനെ നേരിടാൻ കഴിയും. പക്ഷേ അതൊരു ആണവ രാജ്യമാണ്, അത് മറന്നുകൂടാ എന്നാണ് ഇയാൾ പറയുന്നത്. ആണവ രാജ്യമാണ്, ആണവ രാജ്യത്തെ നമ്മൾ അടിച്ചിട്ടുമുണ്ട്, ആണവായുധങ്ങളുടെ മേലാണ് നമ്മൾ അടിച്ചത് എന്നുള്ളൊരു റിപ്പോർട്ടും ഉണ്ട്. അത് സമ്മതിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ ആണവ പോളിസിയും പാകിസ്ഥാൻ്റെ ആണവ പോളിസിയും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആണവായുധം സ്വന്തമാക്കിയ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും മാത്രം എടുത്തിരിക്കുന്ന ശക്തമായ പോളിസിയാണ് NFU, ഇന്ത്യ ഒഫീഷ്യൽ ന്യൂക്ലിയർ ഡോക്ട്രിൻ സെൻറ്റേഴ്സ് ഓൺ എ പോളിസി കാൾ നോ ഫസ്റ്റ് യൂസ്. ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല. പക്ഷേ ഉപയോഗിക്കുന്നവനെ ഉപയോഗിക്കാനും വിടില്ല എന്നുള്ളതാണ്. ഇങ്ങോട്ട് ആണവായുധം പ്രയോഗിക്കാതെ ഇന്ത്യ ഒരിക്കലും ആരുടെ നേരെയും ഏത് തരം പ്രകോപനമുണ്ടായാലും ആണവായുധം പ്രയോഗിക്കില്ല എന്നതാണ് ഇന്ത്യയുടെ പോളിസി. ഇന്ത്യ ഒരു രാജ്യത്തിന് എടുക്കാനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് ഈ പോളിസി. വിവിധ നിലകളിലും ഉറപ്പാക്കിയിട്ടുമുണ്ട്. മിലിറ്ററി തലത്തിലും ബ്ലാ എന്ന് പറഞ്ഞ് കുറേ കാശിന് കൊള്ളാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു വെച്ചാണ്. പാകിസ്ഥാൻ ആ പോളിസി ഇല്ല, അതുകൊണ്ട് നമ്മൾ പേടിക്കണം, നമ്മൾ ബങ്കറിൽ കയറേണ്ടി വരും, നമ്മൾ ഓടി തള്ളേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീതി സൃഷ്ടിക്കുന്ന രീതിയിലാണ്. ഇതൊക്കെ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് നമ്മൾ ഈ വാർത്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നതാണല്ലോ. നമ്മൾ അരിയാഹാരമാണല്ലോ കഴിക്കുന്നത്. ഇന്ത്യ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ പുറത്ത് വരുന്നുണ്ട്. പോരാത്തതിന് സാറിന് വേണമെങ്കിൽ ഒരു ബോണസ്, ഒരു വാർത്ത കൂടെ ഞാൻ തരാം. അതായത് പാകിസ്ഥാനിലെ ഒരു പ്രതിരോധ ഡിഫൻസ് തിങ്ക് ടാങ്കുകൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് ഇന്ത്യയുടെ പുതിയ ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സ് IBGs, ഇത് ബോണസ്. ഈ IBGs കാരണം പാകിസ്ഥാൻ്റെ നിലവിലെ യുദ്ധതന്ത്രം, മിലിറ്ററി ഡോക്ട്രെയിൻ ഇനി പഴയതുപോലെ ഫലപ്രദമാകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു മിനി ആർമിയാണ്, ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നതാണ്. ഒരു IBGയിൽ ഒരുമിച്ച് ഉണ്ടാകുന്നത് കാലാൾപ്പട, ഇൻഫാൻട്രി, ടാങ്കുകൾ, ആർട്ടിലറി, വ്യോമപ്രതിരോധം, എഞ്ചിനീയർമാർ, സിഗ്നൽസ്, ലോജിസ്റ്റിക്സ്
ലോജിസ്റ്റിക്സ്, അതായത് യുദ്ധത്തിന് വേണ്ട മിക്ക സംവിധാനങ്ങളും ഒരൊറ്റ കമാൻഡിന് കീഴിൽ നമ്മൾ രൂപീകരിച്ച് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇതിനെ ആശങ്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഇന്ത്യക്ക് വലിയ സൈനിക യൂണിറ്റുകൾ അതിർത്തിയിലെത്തിക്കാനായിട്ട് ദിവസങ്ങളെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ മിനിറ്റുകളും വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ യുദ്ധത്തിന് നമ്മൾ സജ്ജമാണ്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ വി ആർ റെഡി എന്ന് പറയുന്ന ടീമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണെന്നുള്ളതാണ്. ഒരേ സമയത്തിന്, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൈന്യത്തെ വിന്യസിക്കാം, പല ദിശകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം നടത്താം, തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാം. പാകിസ്ഥാൻ്റെ സൈനിക സിദ്ധാന്തത്തിന് വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ തിങ്ക് ടാങ്കുകൾ ആ വേട്ടാവളിയന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ മുന്നറിയിപ്പൊക്കെ കേട്ട് ഇങ്ങോട്ട് ചൊറിയാൻ വരാതിരുന്ന അവന്മാർക്ക് കൊള്ളാം. ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കിട്ടുന്നത് മേടിച്ച് പിടിക്കുക എന്നുള്ളൂ. അപ്പം നമുക്കിവിടെ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊന്നും പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ശരി.